ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു കന്നഡ ഫുഡ് ആൻഡ് ടച്ച് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചിക്കനും കൂർക്കയിട്ടൊന്ന് കറി വെച്ച് നോക്കിയാലോ. ചിക്കനും കൂർക്കയിട്ടിട്ട് അധികം ആരും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ സൂപ്പർ ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ കൂർക്ക നമുക്ക് ഒരു 1/2 കിലോ കൂർക്ക വേണം. ഇത് വേവിച്ച് വെച്ചത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി, പിന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി, കറിവേപ്പില, ഇഞ്ചി, ഒരു സവോള, ഒരു തക്കാളി, പിന്നെ ഒരു 4-5 പച്ചമുളക് കീറി വെച്ചതാണ്. 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഞാൻ സ്കിന്നുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സ്കിന്നില്ലാത്തത് എടുക്കാം. ഇനി എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച സവോള ഇതിനകത്തേക്ക് ഇടാം. സവോള ഒരു ചെറിയതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി, അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് 1 കിലോൻ്റെ അളവിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിക്കൻ ക്വാണ്ടിറ്റി കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേരുവകൾ കൂട്ടിയാൽ മതി. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴണ്ട് വരുന്ന രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കരിഞ്ഞു പോകരുത്. വെള്ള കളറൊക്കെ മാറി ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നവരെ നമുക്കൊന്ന് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതുവരെ ഞാൻ ഇതിനകത്ത് ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം, പെട്ടെന്ന് ഉള്ളി വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഈ സ്റ്റേജ് ആവുന്നവരെ ഒന്ന് വഴറ്റി നമുക്ക് ഈ ഒരു കളർ ഈ പരുവെത്തുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച 2 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് ഇത്രയും ഇട്ട് ഇതിനകത്ത് നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാ ഭാഗത്തേക്കും എത്തി നമ്മൾ ആ മസാലയൊക്കെ സവോളയിലെല്ലാം പുരണ്ട് കിട്ടുന്ന രീതിയിൽ നമുക്കിത് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കണം. ഇനി നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളി ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ആ തക്കാളി ഒന്ന് ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ച ആ ചിക്കൻ ഇതിനകത്തേക്ക് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തിട്ട് അത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. ആ മസാല എല്ലാം ചിക്കൻ്റെ മേലെ സ്പ്രെഡ് ആവുന്ന രീതിയിൽ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സ്കിന്നുള്ള ചിക്കൻ ആയതുകൊണ്ട് നമുക്ക് എണ്ണ അധികം ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ സ്കിന്നിൽ തന്നെ ഫാറ്റെല്ലാം മെൽറ്റാവും. അതെല്ലാം നിങ്ങൾക്ക് വിത്തൗട്ട് സ്കിന്നില്ലാത്ത ഇറച്ചിയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് എണ്ണ കൂടുതലിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് ഇത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. ഇതാണ് ഇതിൻ്റെ മെയിൻ ചേരുവകളൊക്കെ ആയി. ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് അടച്ച് വെക്കാം. 10 മിനിറ്റ് കഴിയുമ്പോൾ കണ്ടു ആ എണ്ണയെല്ലാം വിട്ട് ചിക്കൻ ഒരു 50% വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കൂർക്ക ഇതിനകത്ത് ആഡ് ചെയ്യാം. ഇപ്പോൾ കൂർക്ക ആഡ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കണം. കൂർക്കയും ഇറച്ചിയെല്ലാം എല്ലാ ഭാഗത്തും മിക്സ് ആവുന്ന രീതിയിൽ നമുക്ക് ഇളക്കി കൊടുക്കാം. കണ്ടപ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ സ്കിന്നിലെ ഫാറ്റെല്ലാം ഉരുകി കറിക്കകത്ത് ചേരുന്നത്. അപ്പോൾ ആ ചിക്കൻ്റെ ഫ്ലേവറും പിന്നെ ആ കൂർക്കയുടെ ഫ്ലേവർ രണ്ടും കൂടി ആകുമ്പോൾ നല്ലൊരു അടിപൊളി സ്മെല്ലാണ് വരിക. കണ്ടപ്പോൾ ഈ രീതിയിൽ ഇതൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി നമുക്ക് ഇളക്കി കൊടുക്കാം. ഒന്നും കൂടി ഇളക്കിയിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം. 2 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ കൂർക്കയും ചിക്കൻ റോസ്റ്റ് സെറ്റായി റെഡിയാവും. അപ്പോൾ അതൊരു 2 മിനിറ്റ് കഴിഞ്ഞു. കണ്ടോ നെയ്യും എണ്ണയെല്ലാം സെപ്പറേറ്റായി കറി നല്ല സൂപ്പറായിട്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സർവിങ് ഡിഷിലേക്ക് മാറ്റാം. എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല റെസിപ്പിയാണ്. ഇപ്പോൾ ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. എന്തെങ്കിലും പ്രത്യേകമായ ഡിഷസിൻ്റെ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അറിയിക്കുക. തീർച്ചയായിട്ടും ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ